ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കാതെ 6 മാസം വരെ കേടാകാതിരിക്കുന്ന ഒരു മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറാണ്. ആദ്യമായിട്ട് മാങ്ങ കഷ്ണങ്ങളിൽ ഉപ്പ് ചേർത്തിട്ട് മാറ്റി കുറച്ച് നേരം വെക്കണം. കാരണം അതിൽ നിന്നുള്ള എക്സ്ട്രാ വെള്ളം വരാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം നമുക്ക് അച്ചാറിന് ആവശ്യമുള്ളത്. അച്ചാർ വേഗം കേടാവും. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉലുവ, കരിഞ്ചീരകം, കടുക് എന്നിവ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഉലുവ, വലിയ ജീരകം, കടുക് ചെറുതായി ചൂടാക്കിയ ശേഷം അതിലേക്ക് അല്പം കായം ചേർത്ത് ചെറുതായി തരിതരിപ്പായിട്ട് പൊടിക്കുക. അച്ചാറിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അച്ചാർ കേടാകാതിരിക്കാനുള്ള ഒരു ടിപ്പുകളിൽ ഒന്നാണത്. അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ അത്രയും നല്ലെണ്ണ നമ്മൾ ചൂടാക്കി എടുക്കുന്നു. നല്ലൊരു സ്മെല്ല് വരും അത് ആവശ്യത്തിന് ചൂടാവുമ്പോൾ. ഈ ചൂടാക്കിയ എണ്ണയിൽ നിന്ന് നമുക്ക് താളിക്കാൻ ആവശ്യമുള്ള എണ്ണ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുക്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലൊക്കെ നമ്മൾ നേരത്തെ ഉപ്പ് വെച്ച് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിൽ വെള്ളം മാറ്റിയതിന് ശേഷമുള്ള മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പൗഡർ ഈ മാങ്ങ കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കരിഞ്ചീരകം, കടുക്, കായം, ഉലുവ, വലിയ ജീരകം ഇതെല്ലാം വളരെ ഹെൽത്ത് ബെനിഫിറ്റുള്ള സ്പൈസസാണ്. അച്ചാർ കേടാകാതിരിക്കാനും വളരെ സഹായിക്കും. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. നന്നായി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വിനാഗിരിയും ഒഴിച്ചിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി അച്ചാർ കേടാവാതിരിക്കാൻ പ്രിസർവേറ്റീവ് വിനാഗിരി മാത്രമാണ് ഇത് ചേർത്തിട്ടുള്ളത്. വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ 6 മാസം വരെ ഇത് കേടാകാതിരിക്കും. അതിനുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത്. മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല പുളിയുള്ള പച്ച മാങ്ങ എടുക്കണം. അതിൻ്റെ ഞെട്ടി നിർബന്ധമായിട്ടും കളഞ്ഞിരിക്കണം. വെള്ളം ഒട്ടും പാടില്ല. കട്ടിംഗ് ബോർഡിലോ നൈഫിലോ പാത്രം ഒന്നിലും വെള്ളമില്ലാതെ നല്ല രീതിയിൽ തുടച്ച രീതിയിലായിരിക്കണം നമ്മൾ അച്ചാർ പ്രിപ്പയർ ചെയ്യാൻ നിൽക്കേണ്ടത്. പിന്നെ ഏറ്റവും നല്ല അച്ചാറിന് ഏറ്റവും നല്ല ഓയിൽ നല്ലെണ്ണയാണ്. കേടുവരാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കും. നല്ല സ്പൂണ് ഒരു കാരണവശാലും നമ്മൾ വാട്ടർ കണ്ടൻ്റ് ഉള്ള സ്പൂൺ നമ്മൾ അതിൽ യൂസ് ചെയ്യരുത്. നല്ല ഡ്രൈ ആയ ശേഷം മാത്രം അച്ചാറിലേക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കാൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിൽ യൂസ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.